സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വ്യത്യസ്തമായ ടേസ്റ്റിലൊരു കാരമൽ സേമിയ പായസമാണ്. നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അടികട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 6 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ചൂടായി ഒന്ന് കാരമലൈസ് ആകുന്നിടം വരെ ഇത് സാവധാനത്തിൽ നമുക്ക് ചെറിയ തീയിൽ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം. ആദ്യം ഇത് ചൂടാകുന്ന സമയത്ത് പഞ്ചസാര കട്ടിയായിട്ട് വരും. ഉരുകുന്ന അനുസരിച്ച് പഞ്ചസാര സോഫ്റ്റ് ആയിട്ട് വന്നുകൊള്ളും. ഇത് കളർ മാറി ഒന്ന് കാരമലൈസ് ആകുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാമേ. പഞ്ചസാര ഉരുകി ഇപ്പോൾ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതേ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ കുറച്ച് നേരം കൂടി നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നല്ലവണ്ണം തിളച്ച് പതിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ലിറ്റർ പാലും 1.5 കപ്പ് വെള്ളം കൂടാണ് ചേർത്ത് കൊടുക്കുന്നത്. പാല് ഒഴിച്ച് കൊടുക്കുമ്പോൾ പഞ്ചസാര നല്ല കട്ടിക്കായിരിക്കും ഇരിക്കുന്നത്. ഇളക്കി കൊടുത്താലും അത് പാലുമായിട്ട് യോജിക്കത്തില്ല. പാല് തിളച്ച് വരുന്നതനുസരിച്ച് പഞ്ചസാര മെൽറ്റായി പാലുമായിട്ട് യോജിച്ചുകൊള്ളും. ഇപ്പോൾ പഞ്ചസാരയെല്ലാം നല്ല മെൽറ്റായിട്ട് പാലുമായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. പാലിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു പിങ്ക് ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്. അത് നമ്മൾ പഞ്ചസാര കാരമൽ ചെയ്ത് വെച്ചുകൊണ്ടാണ് ഈ കളറിൽ നമുക്ക് പായസം കിട്ടുന്നത്. അല്ലെങ്കിൽ സേമിയ പായസം സാധാരണ നമ്മൾ വൈറ്റ് കളറിലാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായ കളറിലും ടേസ്റ്റിലുമുള്ള ഒരു പായസമാണ്. പാലിൻ്റെ ഈ കൂട്ട് നല്ലവണ്ണം ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾക്ക് അതിലേക്ക് അടുത്തതായിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാം. ഞാൻ വറുത്ത സേമിയ ആണ് മേടിച്ചിരിക്കുന്നത്. നിങ്ങൾ വറുത്തതല്ലെങ്കിൽ ഒന്ന് വറുത്ത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. സേമിയ ചേർത്ത് ഒന്ന് നല്ലവണ്ണം തിളച്ച് സേമിയ വെന്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം പിന്നീട് അതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരിയാണ്. ചവ്വരിയും ഇട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എല്ലാം ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ടേസ്റ്റ് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ കൂടി പോകാതെ നോക്കണം. ഒരു 1/4 ടീസ്പൂണും അതിൽ താഴെയൊക്കെ ചേർത്ത് കൊടുക്കാവൂ, നമ്മുടെ പായസത്തിൻ്റെ അളവനുസരിച്ച്. ഉപ്പും കൂടി ചേർത്ത് വെക്കുമ്പോൾ പായസത്തിന് നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. നിങ്ങൾ ഉപ്പ് ചേർക്കാതെ ഇതുവരെ വെച്ചെങ്കിൽ ഇനിയൊന്ന് ഉപ്പ് ചേർത്ത് പായസം വെച്ച് നോക്കണേ, നല്ല ടേസ്റ്റാണ്. ഇതെല്ലാം ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലവണ്ണം തിളച്ച് കുറി വരുമ്പോൾ അതിൽ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ തന്നെ 1 സ്പൂണ് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ കാരമൽ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള പായസമാണ് ഇത്. നിങ്ങളിത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. സേമിയ പായസം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ.